So tonight we are analyzing the radar data. We have 3 points are already there, and one single point where Arjun's lorry that we are planning to send the army divers, but current flow is very very high. So how to overcome we are discussing. Tomorrow will tonight and tomorrow operation will continue. Climate is also a problem. Yeah, that's why you are all witnessing. I pray God the rains will come down and rescue operation will go. Thank you. Sir, thank you. ഏതായാലും ഈ ഇന്ദ്രപാൽ സാർ പറഞ്ഞ അക്കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് എസ് പിയും കളക്ടറുമെല്ലാം തന്നെ. നിലവിൽ ഏതായാലും ഈ ഇതിനുള്ള പ്രതിസന്ധി, തിരച്ചിലിന് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ കുത്തൊഴുക്ക് തന്നെയാണ്. 6 നോട്ട് വരെയാണ് ഇപ്പോൾ ഉള്ള കുത്തൊഴുക്ക്. സാധാരണഗതിയിൽ 2 നോട്ട് വരെയാണെങ്കിൽ അതിലേക്ക് ഡൈവേഴ്സ് ഇറങ്ങാറുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ 3 നോട്ടായാൽ പോലും അതിലേക്ക് ഇറങ്ങുന്നത് ആത്മഹത്യാപരമാണ് എന്നുള്ളൊരു പ്രതികരണമാണ് നടത്തിയത്. മറ്റൊരു കാര്യം കൂടി ഏറ്റവും സുപ്രധാനമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നിലവിൽ നമുക്ക് ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ട് എന്നുള്ള സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവരമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ചായ കുടിക്കാനോ മറ്റോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ട്രക്കിനുള്ളിൽ അദ്ദേഹത്തെ മീൻസ് ആ ക്യാബിനുള്ളിൽ അദ്ദേഹം ഉണ്ട് അതിനുള്ളൊരു സാധ്യത കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ട്രക്കിനകത്താണോ പുറത്തായിരുന്നോ എന്ന് സംബന്ധിച്ച് ഒരു വിവരവും കൃത്യമായിട്ടുള്ള വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ ഉണ്ട്. ഏതായാലും കരയിൽ നിന്ന് 50 മീറ്റർ ദൂരത്തേക്ക് മാറിയാണ് ഈ ട്രക്കിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 3ാമത്തെ സ്പോട്ടിൻ്റെ സ്ഥാനം. അതുപോലെ തന്നെ 5 മീറ്റർ താഴെയുമാണ്. നിലവിൽ ഇതിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ സ്ഥാനം, അതായത് ഇതിൻ്റെ ക്യാബിനും അതുപോലെ തന്നെ ബോഡിയും തമ്മിൽ മാറാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ 3ാമത്തെ സ്പോട്ടിൽ ഈ ട്രക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നടത്തുന്നത്. രാത്രിയിൽ ഈ തണുപ്പിൽ കൂടുതൽ പരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷ കൂടി അവർ പങ്കെത്തുന്നുണ്ട്. അർജുൻ വാഹനത്തിന് പുറത്തിറങ്ങിയിരുന്നുള്ള വ്യക്തമല്ല എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും തിരച്ചിൽ നാളെയും തുടരും, ഇന്ന് രാത്രിയും തുടരും. ഏതായാലും നാളത്തെ തിരച്ചിലിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത വരിക എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ച് പറയാം, നിലവിലെ പരിശോധനയിൽ ട്രക്കിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ആയിട്ടില്ല. ഡ്രോൺ പരിശോധന ഇനിയും തുടരും. ശരി, കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകുന്നു. ഡ്രോൺ പരിശോധന ഇന്ന് രാത്രിയിലും തുടരും. പക്ഷേ അടിയൊഴുക്ക് അതിരൂക്ഷമാണ്. അടിയൊഴുക്കിനെ കൂട്ടുന്ന രീതിയിൽ മഴ വീണ്ടും അവിടെ പെയ്തു തുടങ്ങുകയാണ്.